നമസ്കാരം, ഏവർക്കും പൗർണമി ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് രമ്യ ശ്രീഹരി. ഇന്നത്തെ എൻ്റെ ടോപ്പിക് കുലദേവത അഥവാ ധർമ്മദേവത എങ്ങനെ ഉണ്ടാവുന്നു. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഭാരതീയരായി ജനിച്ചിട്ടുള്ള ഏവർക്കും കുലദേവതയുണ്ട്. ഒരു കുലദേവത സൃഷ്ടിക്കപ്പെടുന്നത് മനുഷ്യ മനസ്സുകളിൽ നിന്നാണ്. അതായത് ദൈവവിശ്വാസമുള്ളതും ഉപാസകനുമായിരിക്കുന്നതും നിത്യവും അഗ്നിഗോത്രവും അനുഷ്ഠാനങ്ങളും പൂജാവിധികളും കൃത്യമായി ചെയ്തു വരുന്ന ഒരു വ്യക്തി അയാളുടെ അഭിവൃദ്ധിക്കും ഉയർച്ചയ്ക്കും വേണ്ടി ഒരു ഉപാസനാമൂർത്തിയെ ദീക്ഷാവിധി പ്രകാരം സ്വീകരിക്കുന്നു. ആ ചൈതന്യത്തെ കാലങ്ങളോളം ജപിച്ചും തപിച്ചും ഒരു വിഗ്രഹ രൂപത്തിലേക്ക് മാറ്റി കൃത്യമായ നിവേദ്യാദി കർമ്മങ്ങളെല്ലാം ചെയ്ത് വളരെ പവർഫുള്ളായ ഒരു എനർജിയാക്കി മാറ്റിയെടുക്കുന്നു. അതിനുശേഷം ആ ചൈതന്യത്തെ ഉപയോഗിച്ച് ആ വ്യക്തിയും കുടുംബവും രക്ഷപ്പെടുന്നു. അത്യാവശ്യം ലോകവും ജനങ്ങളും അറിയപ്പെടുന്ന രീതിയിലും നല്ലൊരു സാമ്പത്തിക ഭദ്രതയും നേടി ജനങ്ങൾക്ക് നന്മയും ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കാലക്രമേണ ആ വ്യക്തിയുടെ മരണാസന്നമാകുമ്പോൾ ഈ പവർഫുൾ ചൈതന്യത്തെ, അത് ഗണപതിയാവട്ടെ, മഹേശ്വരനാവട്ടെ, മഹാവിഷ്ണുവാവട്ടെ, അല്ലെങ്കിൽ ഭദ്രകാളി ദേവിയാവട്ടെ, ആ വ്യക്തി ഉപാസിച്ചു കൊണ്ടിരുന്ന ദേവതകളെ എല്ലാം തന്നെ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ആ തലമുറയും അത് മുന്നോട്ട് കൊണ്ടുപോകപ്പെടുന്നു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ഒരു പക്ഷേ ആ വിഗ്രഹ രൂപത്തിലുള്ള ചൈതന്യമെല്ലാം ക്ഷേത്രമായി മാറ്റപ്പെട്ടേക്കാം. അങ്ങനെ ക്ഷേത്രം നിർമ്മിച്ച് ആ ക്ഷേത്രത്തിൽ ഈ ചൈതന്യത്തെ കുലദേവതയായി പ്രതിഷ്ഠിച്ച് ആരാധിച്ച് തലമുറകളായി ആ കുടുംബം നല്ല പേരും പ്രശസ്തിയും സമ്പത്തും സമൃദ്ധിയും ആരോഗ്യവും സന്താന സൗഭാഗ്യത്തോടു കൂടിയും മുന്നോട്ട് ജീവിച്ചു പോകപ്പെടുന്നു. അങ്ങനെയാണ് നമ്മുടെ ഏവരുടെയും കുടുംബത്തിൽ കുലദേവതാ സങ്കല്പങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. ഇത്രയും ശ്രേഷ്ഠമായ നമ്മുടെ കുലദേവതകൾക്കും കുലത്തിനും പിന്നീട് എന്ത് സംഭവിക്കപ്പെടുന്നു എന്ന് അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. കുലദേവതകളെ കൊണ്ട് എന്താണ് നമുക്കുള്ള ഗുണം? കുലദേവതകളെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? കുലദേവതാ ദോഷം നമ്മളെ എങ്ങനെ ബാധിക്കുന്നു? കുലദേവതകളും സർപ്പങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതിൻ്റെയൊക്കെ പരിഹാരങ്ങൾ എന്താണ്? ഇങ്ങനെയുള്ള ഏതൊരു ടോപ്പിക്കിനെ കുറിച്ചും നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഏവരും കമൻ്റായി രേഖപ്പെടുത്തുക. തുടർന്നുള്ള വീഡിയോയിൽ ആ കണ്ടന്റുകളെല്ലാം ഉൾപ്പെടുത്തി വീഡിയോകൾ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏവരും കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ. നമ്മുടെ പൗർണമി കൺസൾട്ടേഷൻ നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നത് ജാതക ചിന്തനം, വാസ്തു, പൊരുത്തം, മുഹൂർത്തം, സർപ്പദോഷം, ആഭിചാര ദോഷം എന്നിങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്ന ഏതൊരു പ്രശ്നത്തിനും ജെം സ്റ്റോൺസിലൂടെ, പൂജാ പരിഹാരങ്ങളിലൂടെ, പുണ്യപ്രവർത്തികളിലൂടെ കൃത്യമായ സൊല്യൂഷൻ കണ്ടുപിടിച്ച് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏവരും മടിച്ചു നിൽക്കാതെ പൗർണമിയിൽ നിന്നും കൺസൾട്ടേഷൻ എടുക്കുക. നിങ്ങളുടെ ജീവിത വിജയം ഉറപ്പുവരുത്തുക. പ്രപഞ്ചശക്തി നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കട്ടെ. അടുത്തൊരു ദിവസം അടുത്തൊരു ടോപ്പിക്കുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.